എടാ മതിയടാ, നമുക്ക് പോവാം. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഋഷി സാറിനെയും ജീവസാറിനെയും കണ്ണിപ്പെട്ട പിന്നെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. ഓ പിന്നെ അവര് നമ്മളെ എന്ത് ചെയ്യാനാ? ഇവിടെ നമ്മൾ എന്തിനാണോ വന്നത് അതിന് തന്നെയല്ലേ അവരും വന്നത്. പിന്നെ നീ എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നത്? എടാ, അവര് വരുന്നത് പോലാണോ നമ്മൾ വരുന്നത്? പോരാത്തതിന് നാളെ ജീവസാറിന്റെ സെമിനാർ ഉള്ളതാ. അതുകൊണ്ട് അങ്ങേരുടെ കണ്ണിലെ കരടാവാതിരിക്കുന്നതാണ് നല്ലത്. അതിന്റെ സെമിനാർ വർക്കൊക്കെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതല്ലേ. പിന്നെന്താ പ്രശ്നം? അപ്പൊ ഇവിടെ വെച്ച് അങ്ങേര് നിന്നെ കണ്ടാലും നിനക്ക് കുഴപ്പമില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഓ പിന്നെ അവര് നമ്മളെ എന്ത് ചെയ്യാനാ? ഇവിടെ നമ്മൾ എന്തിനാണോ വന്നത് അതിന് തന്നെയല്ലേ അവരും വന്നത്. പിന്നെ നീ എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നത്? അല്ലെങ്കിലും ഈ തിരക്കിനിടയിൽ അവര് നമ്മളെ എങ്ങനെ കണ്ടുപിടിക്കാനാ? അത് ശരിയാ, ഞങ്ങൾക്ക് പിന്നെ കണ്ണിന് തീരെ കാഴ്ചയില്ലല്ലോ. ജീവസാറോ? ഗുഡ് ഈവനിങ് സർ. ഓ, ഇത് പറയാൻ വേണ്ടിയിട്ടാണോ മക്കൾ ഇവിടം വരെ വന്നത്? അത് പിന്നെ സർ, ഞങ്ങൾ വെറുതെ. ആഹാ, അപ്പോൾ ഇത് വെറുതെ കയറി ഇറങ്ങി നടക്കാനുള്ള സ്ഥലമായിരുന്നോ? അല്ല, വീട്ടിൽ പാരൻസ് ഒക്കെ അറിഞ്ഞിട്ടാണോ മക്കളുടെ ഈ വെറുതെ ഉള്ള വരവ്? ഞാൻ തന്ന സെമിനാർ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണോ ഈ കറക്കം? ആ അതെ സർ, അതൊക്കെ ഞങ്ങൾ എപ്പോഴേ ചെയ്ത്. ഉവ്, നിന്നെയൊക്കെ ഞാനങ്ങ് വിശ്വസിച്ച്. സാർ ആരോടും ഇത് പറയല്ലേ. ഞങ്ങളിനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല, പ്ലീസ് സാർ. ശരി, അതൊക്കെ നാളെ ക്ലാസ്സിൽ കണ്ടാൽ മതി. എന്തായാലും ഇവിടെ കിടന്ന് കറങ്ങാതെ മക്കൾ ചെല്ലാൻ നോക്ക്. ആ ഓക്കെ സാർ, താങ്ക് യു. മൊത്തത്തോട് പോലും പോയിട്ടില്ല, അപ്പോഴേക്കും വന്നേക്കുന്ന ക്ലബിലേക്ക്. പിടിക്കുന്നുണ്ട് എല്ലാത്തിനെയും ഞാൻ. ഇന്ന് ആരുടെ മെക്കിട്ടായിരുന്നു ജീവസാറിൻ്റെ ക്ലാസ്? ഇപ്പോഴത്തെ പിള്ളേർക്കേ സൗകര്യം കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണ്. ആരെയും പേടിയില്ലാതെ വളർന്ന് എന്ത് തോന്നിയാസം കാണിക്കാന്നുള്ള ധൈര്യമാ. പിള്ളേരല്ലേടാ, ഈ പ്രായത്തിൽ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവരമില്ല. അണ്ടിയോടെടുക്കുമ്പോഴേ മാങ്ങയുടെ പൊളി അറിയൂ. കുറച്ച് കഴിയുമ്പോഴേ എല്ലാം താനെ മനസ്സിലായിക്കോളും. നീയും ഈ പ്രായത്തിലൊട്ട് മോശമല്ലായിരുന്നല്ലോ. അത് പിന്നെ എന്നെ പോലാണോ ഈ കൊച്ചു പിള്ളേര്? മതി മതി, ഇനി നീ കിടന്നുരുളണ്ട. ഇവരുടെ അതേ പ്രായം തന്നെയാ നമ്മുടെ അച്ഛനും. ഈ പിള്ളേരോട് പറഞ്ഞതൊക്കെ നീ അവളോട് പറയും. മോനപ്പം വിവരം അറിയും. ഇതുപോലെ വല്ലതും അവള് ചെയ്തു നോക്കട്ടെ. അന്ന് ഈ ജീവ ആരാണെന്ന് അവൾ അറിയും. അത്രയ്ക്കൊക്കെ വേണോ? പിന്നെ അവളിങ്ങനെ വല്ലതും ചെയ്താ നമ്മൾ കൈയും കെട്ടി ചുമ്മാതിരിക്കണോ? അങ്ങനെ അവളൊന്ന് ചെയ്ത് നോക്കട്ടെ. ചെവിക്ക് പിടിച്ച് തൂക്കിയെടുത്തോണ്ട് വരും ഞാൻ. എങ്കി സാർ അങ്ങോട്ടൊന്ന് നോക്ക്. എന്റെ കർത്താവേ, ഇവൾ ഇന്നും വന്നോ? ഋഷി, നീ ഒറ്റൊരുത്തനെ ഇവളിങ്ങനെ വഷളാക്കുന്നത്. ഒരു ചേട്ടനും അനിയത്തിയും. ഇച്ചായനായിരുന്നോ? ദേ, ഒരു വീക്ക് വന്നാലുണ്ടല്ലോ, ഇന്നലെ കണ്ടതെല്ലാം വലിച്ചു കയറ്റിട്ടേ ഒരു വിധത്തിലാണ് നിന്നെ വീട്ടിലെത്തിച്ചത്. ഇനി ഇന്നും ആ പണി ഒപ്പിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? ഹലോ, അതിന് ഇയാളല്ലല്ലോ എന്നെ ചുമക്കുന്നത്, എന്റെ ഏട്ടനല്ലേ. എന്റെ ഏട്ടനില്ലാത്ത വിഷമമൊന്നും ഇച്ചായന് വേണ്ട. ഉവ്വ, കള്ളു കുടിച്ച് ബോധം കെട്ടുകിടന്ന ആരാ എന്താണെന്നും അവൾ അറിയില്ലല്ലോ. ബാക്കിയുള്ളവനല്ലേ എല്ലാം സഹിക്കേണ്ടത്. ദേ മതി, ഇങ്ങോട്ട് വരാൻ നോക്ക്. അവളുടെ ഒരു പാർട്ടി കണ്ടില്ലേ ഏട്ടാ, ഇന്ന് ഞാനൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. എന്നിട്ട് ഇയാളെന്തിനാ വെറുതെ ചൂടാവുന്നത്? സ്നേഹിച്ചു പോയി, അതുകൊണ്ടാ ഞാനെല്ലാം സഹിക്കുന്നത്. ജീവാ, ദേ ഋഷി, ഇവളുടെ വക്കാലത്തോട്ട് നീ വരണ്ട. ഇന്നലെ ആ വണ്ടിയിൽ മുഴുവൻ വാള് വെച്ചിട്ടേ കഴുകാതെ പെങ്ങളും ആങ്ങളെ അങ്ങ് പോയി. ക്ലീൻ ചെയ്തതേ ഈ ഞാനാ. എന്നിട്ട് ഇന്നും വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് വന്നേക്കുന്നു. ഇതിപ്പോ പുതിയ കാര്യമൊന്നും അല്ലല്ലോ. നീയും ആരും അറിയാതെ എന്തെങ്കിലും ചെയ്താ അതെല്ലാം മാനേജ് ചെയ്യുന്നത് ഞാനല്ലേ. ഓ, ഇനി ഞാനൊന്നും പറയുന്നില്ല. അല്ലേലും ഇവളെ വഷളാക്കുന്നത് നീയാണല്ലോ. എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട, ഞാൻ പോയി ബില്ല് പേ ചെയ്തിട്ട് വരാം. എന്തായാലും നീ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് വാ.
ഇനി ഇവിടെ നിൽക്കാൻ അവൻ സമ്മതിക്കില്ല. ശരി ഏട്ടാ. ഓ, കണ്ണ് തെറ്റി എന്തേലും കുരുത്തക്കേട് കാണിക്കും. അതെങ്ങനാ? എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുന്നാര ഏട്ടനുണ്ടല്ലോ. ടച്ചിങ്സ് ഇല്ലേ? ഇല്ലെങ്കിൽ വേണ്ട, 2 ഡ്രൈ ഒഴിക്കേ. ഹാ, ഡ്രൈയോ? എന്റെ കർത്താവേ, ഇവക്ക് ഇതേ ഉള്ളു ചിന്ത. ഡ്രൈ പോലും. നീ വണ്ടി എവിടെങ്കിലും പാർക്ക് ചെയ്യാൻ നോക്ക്. വീട്ടിലറിഞ്ഞാൽ നമ്മൾ 3 പുറത്താ. എന്റെ കർത്താവേ, ഈ കുരിശിനെ ലൈഫ് ലോങ് ഞാൻ താങ്ങണമല്ലോ. എന്തായാലും വേണ്ടില്ല, ആർക്കും കൊടുക്കാതെ എനിക്ക് തന്നെ ഇങ്ങ് തന്നേക്കണേ. ഈ രാത്രി ഫുൾ ഇരുട്ടാണല്ലോ. ശാസ്ത്രത്തിന്റെ ഓരോരോ വളർച്ചകളെ. കർത്താവേ സ്തുതി. ആഹാ, എന്താ മക്കൾ ഇത്ര നേരത്തെ? സമയം പുലർച്ചെ 2 മണിയല്ലേ ആയിട്ടുള്ളൂ. സൂര്യൻ ഉദിക്കാൻ ഇനിയും സമയമുണ്ട്. ഓഹോ, തന്തപ്പടി നൈസായിട്ട് പണിയുവാണല്ലേ. എന്റെ തമ്പുരാനെ, ഇനി മമ്മിയുടെ വായിരിക്കുന്നത് കേൾക്കണമല്ലോ. പപ്പ, ഞങ്ങൾ ഇത്തിരി വൈകി. അയ്യോ, വൈകിയെന്നോ? ഇത്ര നേരത്തെ വന്നിട്ടോ? തന്തേ, എവിടെ ആയിരുന്നടാ 3 കൂടി ഇത്ര നേരം? എന്താ കോളേജ് ഇപ്പോഴാണോ കഴിഞ്ഞത്? അത് മമ്മി. ഇച്ചായ, ഒരു ബിയർ കൂടെ ഒഴിക്ക്. എന്നതാ? തൂക്കിയല്ലോ കർത്താവേ. ഋഷി, എന്റെ ഈശ്വര, ഈ പെണ്ണ് എന്തൊക്കെയാ പറയുന്നേ? അച്ഛൻ എന്താ പറ്റി ഋഷി? അത് ചെറിയമ്മേ, ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോ അപ്പൊ 3 കുടിച്ചിട്ടാണോ വന്നേക്കുന്നേ? എന്റെ ഈശ്വര, ഈ പെണ്ണ് എപ്പോ മുതൽ ഈ ശീലമൊക്കെ തുടങ്ങിയത്? കണ്ടില്ലേ ഏട്ടാ, ഇത് കുടിച്ച് ബോധമില്ലാതെ വന്നിരിക്കുക. എന്റെ നിമ്മി, കുറച്ചല്ലേ അവള് കുടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്താവാനാ? അവള് ചുമ്മാ അഭിനയിക്കുന്നതാ. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ പറയുന്നത്? കണ്ടില്ലേ, അവൾക്ക് നേരെ പോലെ നിൽക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഒറ്റൊരുത്തനാ ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത്. ഈ കോലത്തിൽ എന്റെ വീട്ടിലേക്ക് ഞാൻ കേട്ടില്ല. നിങ്ങളും മകളുടെ കൂടെ ഇവിടെ ഇരുന്നാ മതി. ഞാൻ പോവാ. അതെ, ഒന്ന് വഴി മാറിയിരുന്നെങ്കിലേ ഇതിനെ എവിടെങ്കിലും ഒന്ന് ഇറക്കി വെക്കായിരുന്നു. കുറെ നേരമായി ചുമക്കാൻ തുടങ്ങിയിട്ട്. അച്ഛനെ അകത്ത് കിടത്തിയേക്ക് ജീവ. താങ്ക്സ് അങ്കിളെ. അതെ, മോനിവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് വാ, നമുക്കൊന്ന് കാണണം. മമ്മി, ഓൾ ദ ബെസ്റ്റ്. മോൻ വേഗം വീട്ടിലോട്ട് വാ. തന്തേ. ഋഷി, എന്താ അച്ഛാ? ഞങ്ങൾ പറഞ്ഞ കാര്യത്തെപ്പറ്റി നീ ചിന്തിച്ചോ? എന്താ നിന്റെ തീരുമാനം? അത് കുറച്ച് ദിവസത്തെ കാര്യമല്ലേ മോനെ. പിന്നെ മുത്തശ്ശിക്ക് മോനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്റെ കുട്ടി പോണം. അച്ഛനും അമ്മയും ഉടനെ തന്നെ വരാം. നീ പോണ ഋഷി. ഒന്നും നേടിയെടുക്കാനല്ല, നമുക്കൊന്നും വേണ്ട. പക്ഷേ എല്ലാം അർഹതപ്പെട്ട കൈകളിലെത്തണം. ഞാൻ പോവാം. എന്റെ കർത്താവേ, ഇങ്ങനെ പോയ ഇവളെ കിട്ടുന്നതിന് മുന്നേ ഞാൻ കിടപ്പിലാവും. ഇച്ചായ, ഐ ലവ് യു. ഇങ്ങനൊരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പെണ്ണ്.
ഞാനെന്താ ഇവിടെ? ഓ, ഇന്നലെ എവിടാണോ കിടന്നത്? അയ്യോ, അപ്പൊ ഇന്നലെ ഞാൻ വീട്ടിൽ പോയില്ലേ? എന്റെ ഈശ്വരാ. മോൻ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും വരുമ്പോൾ കൊണ്ടുവരാം. ഏയ് അധികമൊന്നും ഇല്ല അമ്മ, ഈ ഒരു ഒറ്റ ബാഗ് തന്നെ ധാരാളം. ട്രെയിനിലൊന്നും പോവാൻ നിൽക്കണ്ട. ഞാൻ മൂർത്തിയോട് പറഞ്ഞിട്ടുണ്ട്, മൂർത്തി കൊണ്ടാക്കും. അതൊന്നും വേണ്ടമ്മ, ഞാൻ തനിയെ പോയിക്കോളാം. അത്രയും ദൂരം തനിയെ ഡ്രൈവ് ചെയ്യേണ്ടതല്ലേ? ഇടയ്ക്കൊന്ന് ക്ഷീണം തോന്നിയാൽ എന്തു ചെയ്യും? ക്ഷീണം അത് ഇവന്. എന്റെ പൊന്നാൻറ്റി, ആന്റിക്ക് തന്നെ അറിയാവുന്നതല്ലേ ഇവൻ അത്രയ്ക്ക് ഭ്രാന്തുള്ളൊരു കാര്യമാണ് ഡ്രൈവിംഗ് എന്ന്. ഇവനാണോ ക്ഷീണം ഉണ്ടാവാൻ പോകുന്നത്? ഓ, ജീവസാറ് രാവിലെ തന്നെ എത്തിയോ? ഞാൻ കരുതി ആന്റി നിന്നെ പടവാക്കി കാണുമെന്ന്. എന്റെ പൊന്നടവേ, അതൊന്നും നീ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഇന്നലെ മമ്മിയുടെ വക ഒരു താണ്ഡവമായിരുന്നു. അതിന്റെ കൂടെ അച്ചുവിനെ കൊണ്ടുപോയി കുടിപ്പിച്ചത് ഞാനാണെന്ന് പോലും. ഹോ, എനിക്ക് മനസമാധാനം തന്നിട്ടില്ല. അല്ല ആന്റി, അങ്കിൾ ഇതോടെ പോയി? രാവിലെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയി. ഇതിപ്പോ ഒരു ശീലമാണല്ലോ ആന്റി. അങ്കിളിനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാട്ടോ. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. പ്രായം ഇത്രയുണ്ടെങ്കിലുവേ എപ്പോഴും ചോക്ലേറ്റ് ബോയ് ലുക്കാണല്ലോ. ഡാ വല്യമ്മേ, ഹോ, വന്നല്ല വനമാല. ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു, കുമാരി പുറത്തേക്കൊന്നും കാണുന്നില്ലല്ലോ എന്ന്. എന്തേ, ഇന്നലത്തെ കെട്ടെല്ലാം വിട്ടപ്പോ വൈകിയോ? ഇച്ചാന്റെ ഒരു തമാശ. ചിരിക്കുന്നോടി. ഒന്നും പറയുന്നില്ല ഞാൻ. അവളുടെ ഒരു പാർട്ടി. അതെ, കുടിച്ച വയറ്റി കിടക്കണം, അല്ലാതെ നാട്ടുകാരെ മൊത്തം അറിയിച്ച് ബാക്കിയുള്ളവർ കൂടി പണി വാങ്ങിച്ചു തരരുത്. അതെ, ജീവസാറിനെ പോലെ എത്ര അടിച്ചാലും അറിയേയില്ല, അല്ലേ അമ്മേ? തേണ്ടി. അതെ, ഞാൻ കുടിക്കുന്നത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. പിന്നെ ബിയർ അല്ലാതെ വേറൊന്നും ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് പോലും നോക്കിയിട്ടില്ല. ഇന്നലെ അതിത്തിരി കൂടിപ്പോയി. അതത്ര വലിയ തെറ്റാണോ? വല്യമ്മേ, ചായ. നീ വാ, ഞാൻ എടുത്തു തരാം. കുടിക്ക്. ആ കെട്ടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. എന്നിട്ടേ വീട്ടിൽ ചെന്ന് കിട്ടേണ്ടതെല്ലാം കൈനീട്ടി അങ്ങ് വാങ്ങിച്ചോ. ഈശ്വര, അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ. അച്ഛൻ എന്തായാലും ഇപ്പോൾ ഓഫീസിൽ പോയി കാണും. അപ്പം ഞാൻ എല്ലാം ഒറ്റയ്ക്ക് വാങ്ങി കൂട്ടണമല്ലോ. അതെ, എനിക്ക് വലിയ പുത്തരിയുള്ള കാര്യമൊന്നുമല്ല. കൂടിപ്പോയാൽ വഴക്കു പറയും. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഉവ്വ, ഇന്ന് നിമ്മിയാൻറ്റി രാവിലെ വന്ന് മമ്മിയുടെ നിന്ന് ഒലക്ക വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട്. അപ്പോഴേ മമ്മി ചോദിച്ചതാ, എന്തിനാ നിമ്മി ഒലക്കയൊക്കെ, എന്തെങ്കിലും പൊടിക്കാനുണ്ടെങ്കിൽ ഫ്ലവർ ഷോപ്പിൽ കൊടുത്താ പോരേന്ന്. അപ്പൊ ആൻറ്റി പറയുവാ, പൊടിക്കാനൊന്നുമല്ല, ഏതോ ഒരു സാധനത്തിനെ ഇടിച്ചു പിഴിയാനാണെന്ന്. എൻ്റെ ഒരു വീക്ഷണം ശരിയാണെങ്കിൽ നീയാണ് ആ സാധനം. വല്യമ്മേ, എന്റെ പെണ്ണെ, അവൻ ചുമ്മാ പറഞ്ഞതാ. അത് കേട്ട് നീ ചിണുങ്ങാൻ നിക്കണ്ട. നീ വാ, ചായ തരാം. ജീവ, നീയും വാ. ഞാൻ വന്നോളാം. ആന്റി, ആദ്യം ഈ സാധനത്തിന് ചായ കൊടുക്ക്, ഇല്ലെങ്കിൽ ചിലപ്പോ വയലന്റ് ആയാലോ. താൻ പോടോ. വാ വല്യമ്മേ, നമുക്ക് പോവാം. ഒരു ദിവസമെങ്കിലും വഴക്കിടാതിരിക്കാൻ കഴിയില്ലല്ലേ നിനക്ക്? അതിപ്പോ എന്താന്നറിയില്ല, അവളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തില്ലെങ്കിലേ എനിക്കൊരു മനസമാധാനം കിട്ടില്ല. എന്തായാലും എന്റെ അല്ലേ. അതും പറഞ്ഞു നടന്നു. ആരെങ്കിലും കയറി ഗോളടിക്കും മുന്നേ അങ്ങ് പ്രപ്പോസ് ചെയ്യുന്നതാ നിനക്ക് നല്ലത്. അങ്ങ് ചെന്ന് പറഞ്ഞാലും മതി. ഇപ്പോഴേ അരപ്പിരി ലൂസാ പെണ്ണിന്, ഒരു വക പഠിക്കുകയല്ല. എൻ്റെ നാവിന്ന് തന്നെ ഇഷ്ടമാണെന്ന് പറയിക്കാനേ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇനി ഇതും കൂടി പറഞ്ഞിട്ട് വേണം എന്നെ ഒരു പേടി ഇല്ലാതാവാൻ. ഇപ്പൊ വഴക്ക് പറഞ്ഞിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട്. അല്ല, നീ എപ്പോഴാ പോകുന്നേ? നാളെ രാവിലെ പോകും. ഞാനും വരാടാ. ഏയ്, അത് കുഴപ്പമില്ലടാ, ഞാൻ പോയി ഉടനെ ഇങ്ങ് വരും. പിന്നെ എക്സാം ആകാറായില്ലേ, എൻ്റെ കൂടെ വന്നാ നിനക്ക് പോർഷൻസ് ഒന്നും കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല. അതും ശരിയാ, പക്ഷെ നീ ഒറ്റയ്ക്ക്. ലൈഫ് അല്ലേടാ, ഒറ്റയ്ക്ക് നിന്നൊന്ന് പഠിക്കണ്ടേ? എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് അതൊരു ബലഹീനതയാ. അല്ലടാ, ആന്റി അങ്കിളും അവിടെ നിന്ന് വന്നിട്ട് ഇപ്പൊ വർഷം 29 കഴിഞ്ഞില്ലേ?
ഇതുവരെ ഇല്ലാതിരുന്ന വിളിയൊക്കെ ഇപ്പൊ എന്താ? അച്ഛൻ ഈ അടുത്ത് കേരളത്തിൽ പോയിരുന്നു. അപ്പോഴാ അമ്മാവന്മാരെ കണ്ടത്. പഴയതുപോലെയുള്ള വാശിയും ശൗര്യവും ഒന്നും ഇല്ലെന്നാ അച്ഛൻ പറയുന്നത്. ഹാ, അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ആന്റിയുടെ അങ്കിളുടെ റിലേഷൻഷിപ്പ് അവരുടെ വീട്ടിലറിഞ്ഞപ്പോഴേ ഒരു ദയയില്ലാതെ ആന്റി പൂട്ടിയിടുകയും പിന്നെ അങ്കിളിനെ കൊന്നുകളയുകയും ചെയ്യുമെന്ന് പറഞ്ഞവരാ നിന്റെ അമ്മാവന്മാര്. അവരിപ്പോൾ നല്ലവരായെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ വിളിയിൽ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടോയെന്ന് സംശയമില്ലാതില്ല. സംശയമല്ല ജീവ, സത്യമാണ്. അവിടേക്ക് ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് വിളിച്ചത് മുത്തശ്ശിയ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. പിന്നെ സ്വത്തുക്കൾ ഭാഗം വെക്കുന്ന കാര്യം അച്ഛനെ അവർ സൂചിപ്പിച്ചിരുന്നു. അമ്മയുടെ പേരിലും കുറച്ച് സ്വത്തുക്കളുണ്ട് അവിടെ. അപ്പോൾ നീ അങ്ങോട്ട് പോകുന്നത്? ഹേയ് അല്ലടാ, എനിക്കും എൻ്റെ അമ്മയ്ക്കും അവിടെയുള്ളതിൽ ഒരു തരി മണ്ണ് പോലും വേണ്ട. അതിനെല്ലാം അർഹതപ്പെട്ടൊരവകാശിയുണ്ട് അവിടെ. കറക്റ്റായി എനിക്കറിയില്ല, അമ്മ പറയുന്നത് കേട്ടതാ. എല്ലാം ആ കൈകളിൽ തന്നെ എത്തണം. ചുരുക്കി പറഞ്ഞ നിന്റെ അമ്മാവന്മാർ പോലും അതൊന്നും അർഹിക്കുന്നില്ലെന്ന്. എന്തായാലും എല്ലാം അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ. അല്ല, നീ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. ഹാ, എന്നാ വാ, നമുക്ക് താഴേക്ക് പോകാം. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. രാവിലെ മമ്മിയുടെ ചീത്ത കേൾക്കാൻ വയ്യാത്തോണ്ടേ കിച്ചണിന്റെ പരിസരത്തേക്കേ ഞാൻ പോയിട്ടില്ല. നീ വന്നേ, ഇല്ലെങ്കിലേ ഇവിടുന്ന് പോയ ആ സാധനം എല്ലാം തിന്നു തീർക്കും. ഹാ, മോൻ വന്നോ? ഞങ്ങൾ കുറെ നേരം ഇവിടെ കാത്തിരിക്കുന്നു. ഇവിടേക്കുള്ള വഴിയൊന്നും തെറ്റിയില്ലല്ലോ? ഇല്ല, അമ്മ പറഞ്ഞ ഏകദേശമൊക്കെ എനിക്കറിയാം. അല്ല, വിശ്വനാഥനും ഇന്ദിര എന്താ വരാഞ്ഞത്? അവരും ഒപ്പം ഉണ്ടാകുമെന്നാ ഞങ്ങൾ കരുതിയത്. അതിപ്പോൾ വരാൻ കഴിയുന്ന സാഹചര്യമല്ല. അച്ഛന് നല്ല തിരക്കുണ്ടായിരുന്നു, അതാ വരാൻ കഴിയാഞ്ഞത്. സുരേന്ദ്ര, ഏട്ടാ, ആളെത്തിയിട്ടോ. നമ്മുടെ അനന്തരവൻ ബാംഗ്ലൂരിൽ നിന്ന്. എത്തിയോ? ഇവിടേക്കുള്ള യാത്രയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല. കത്തെഴുതിയപ്പോ വരൂന്ന് കരുതിയില്ല. ഞങ്ങള് പ്രതീക്ഷിച്ചത് വിശ്വനാഥനും ഇന്ദിരയും മാത്രമാ. അച്ഛൻ അവിടെ ഒരുപാട് തിരക്കുണ്ട്, അതാ വരാൻ കഴിയാഞ്ഞത്. പിന്നെ വേണ്ടപ്പെട്ടവർ വിളിച്ചാ വരാതിരിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ചിലതിനൊക്കെ ഒരു തീരുമാനം വേണ്ടേ അമ്മാവാ? അത് പിന്നെ വേണമല്ലോ. തിരിച്ചിവിടേക്ക് വരാൻ ഭയമാണെങ്കിലും കാര്യസാധ്യത്തിനെങ്കിലും വരണമല്ലോ. അതിന് ഭയന്ന് ഇവിടേക്ക് വരാതിരിക്കാൻ അവരെന്ത് തെറ്റാ ചെയ്തത്? വരേണ്ട സമയമാകുമ്പോ അവരിങ്ങെത്തും. അതോർത്ത് അമ്മാവന്മാര് ടെൻഷൻ അടിക്കണ്ട. മിടുക്കനായ എന്റെ അനന്തരവൻ. കണ്ടോ സുധാകര, ഇവന്റെ അച്ഛനും ഇതേ ചോരത്തിളപ്പായിരുന്നു. അച്ഛന്റെ ചോരത്തിളപ്പ് മാത്രമല്ല, അതേ വാശിയും ഉണ്ട്. മോൻ വന്ന കാലിൽ ഇങ്ങനെ നിൽക്കാതെ കുറെ യാത്ര ചെയ്തതല്ലേ, ഒന്ന് വിശ്രമിക്കുന്നതാ നല്ലത്. മുകളിലാ മുറി. എനിക്ക് ക്ഷീണമൊന്നുമില്ല. ഞാൻ ആദ്യം ഒന്ന് മുത്തശ്ശിയെ കാണട്ടെ, എന്നിട്ടാവാം വിശ്രമം. അതിന് ഇനിയും സമയമുണ്ടല്ലോ. എന്തായാലും ഇവിടെ തന്നെയല്ലേ, അപ്പോ എപ്പോ വേണമെങ്കിലും കാണാലോ. ഞാൻ വന്നത് തന്നെ മുത്തശ്ശിയെ കാണാൻ വേണ്ടിയാ. അത് പിന്നത്തേക്കിന് മാറ്റിവെക്കേണ്ട കാര്യമില്ലല്ലോ അമ്മാവാ. ഞാൻ എന്തായാലും മുത്തശ്ശിയെ കണ്ടിട്ട് വരാം. വന്ന് കീറിയില്ല, അപ്പോഴേക്കും ദാഷ്ട്യം കണ്ടില്ലേ സുധാകര? പോട്ടെ ഏട്ടാ, ഇതൊക്കെ കണ്ടില്ലാന്ന് നടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഈ കാണുന്നതൊക്കെ നമ്മുടെ കൈവിട്ട് പോകും.
ഇന്ദിരയുടെ വിഹിതം കൂടി നമ്മുടെ കയ്യിൽ വന്ന് ചേരണമെങ്കിൽ വന്നു കയറിയ അനന്തരവനെ പിണക്കാതിരിക്കുന്നത് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ ചെക്കനുള്ളത് കൂടി കൊണ്ടുപോകും. മുത്തശ്ശി, ഹാ, എന്റെ കൃഷ്ണ, എന്റെ കുട്ടി വന്നോ? എത്ര കൊല്ലമായിന്നറിയോ ഇങ്ങനെ കാത്തിരിക്കണേ. എന്റെ കുട്ടിയെ ഇങ്ങനെ കാണാനാണോ കൃഷ്ണ എനിക്ക് ഈ ആയുസ് നീട്ടി തന്നത്? ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു. സുഖാണോ എന്റെ കുഞ്ഞിന്? ഒരിക്കലും കരുതിയില്ല എന്റെ കുട്ടി വരുമെന്ന്. മുത്തശ്ശി വിളിച്ചാൽ എങ്ങനെ വരാതിരിക്കാൻ കഴിയും? സന്തോഷമായി എനിക്ക്. എന്റെ കുഞ്ഞിനെ കാണാതെ ഈശ്വരൻ എന്നെ വിളിക്കരുതേന്നായിരുന്നു എന്റെ പ്രാർത്ഥന. അല്ല, വിശ്വനാഥനും ഇന്ദ്ര എവിടെ? അവര് വന്നില്ലേ കുട്ടിയെ? ഇല്ല മുത്തശ്ശി, അച്ഛൻ അവിടെ നല്ല ജോലി തിരക്കാം. എല്ലാം അവിടെ നോക്കി നടത്താൻ അച്ഛൻ തന്നെ വേണം. ഞാൻ തിരിച്ചു മടങ്ങും മുന്നേ അവരെത്തും. ആ, പോവേ? എവിടേക്ക്? ഇനി ഞാൻ വിടില്ല. ഇനി ഇവിടെ നിന്നാ മതി എന്റെ കുട്ടി. കുറെ നാൾ എന്റെ കൂടെ നിൽക്കണം എന്റെ കുട്ടി. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മുത്തശ്ശി, അവിടെ എനിക്കൊരു ജോലിയുണ്ട്. അതൊക്കെ വിട്ടിട്ട് എങ്ങനെയാ മുത്തശ്ശി വരണേ? എനിക്കറിയാം നിങ്ങളുടെയൊക്കെ തിരക്ക്. പക്ഷേ ഒരുപാട് നാൾ നിങ്ങളുടെയൊക്കെ കൂടെ നിൽക്കണമെന്നുണ്ട് എനിക്ക്. മരിക്കും വരെ എല്ലാവരും ഒപ്പം ഉണ്ടാവണമെന്നുണ്ട്. അതിന് മുത്തശ്ശിയുടെ കൃഷ്ണൻ ഉടനെ ഒന്നും അവിടേക്ക് വിളിക്കില്ല. എൻ്റെ മോൾക്ക് സുഖമാണോ അവിടെ? അതേ മുത്തശ്ശി, അമ്മയ്ക്ക് അവിടെ ഒരു കുഴപ്പമില്ല. ആ, അത് കേട്ടാ മതി എനിക്ക്. എൻ്റെ ഇന്ദിരയൊന്ന് കാണണം വേഗം തന്നെ. അതും കൂടി നടന്നിട്ട് ഈശ്വരൻ വിളിച്ചാൽ മതി ഈ കിഴവിയെ. എല്ലാവരും കൂടി വേദനിപ്പിച്ചിറക്കി വിട്ടതല്ലേ ആ പാവത്തിനെ. അതുകൊണ്ടല്ലേ എൻ്റെ കുട്ടിയെ ഇങ്ങനെ കാണേണ്ടി വന്നത്. അകലെയാണെങ്കിലും എൻ്റെ മോള് സന്തോഷത്തോടെ ഇരിക്കണമെന്ന് കേട്ടാൽ മതി മുത്തശ്ശിക്ക്. ആ, ഒരുപാട് സംസാരിക്കാനുണ്ട് മുത്തശ്ശിക്ക്. പക്ഷെ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ എൻ്റെ കുട്ടി, ക്ഷീണം ഉണ്ടാവില്ലേ? ഇപ്പൊ പോയി വിശ്രമിച്ച് എന്തെങ്കിലും കഴിച്ചോളൂ. അതിനുശേഷം ആവാം ബാക്കി സംസാരം. ശരി മുത്തശ്ശി. മോനെ മോന് ഞങ്ങളെ മനസ്സിലായില്ലല്ലേ? ഞങ്ങളെ മോന്റെ അമ്മായിമാരാ. മോൻ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞങ്ങൾ കരുതിയില്ല. കണ്ടില്ലേ ഏട്ടത്തി, ഇവന് വിശ്വനാഥിന്റെ അതേ മുഖച്ചായ, ഒരു മാറ്റവും ഇല്ല. അല്ല, അവരിനി എപ്പോഴാ വരുന്നത്? ഉടനെ വരും. ഹാ, അവരൊന്ന് വേഗം എത്തിയാ മതി. എത്ര വർഷമായി ഇന്ദിരെ ഒന്ന് നേരിട്ട് കണ്ടിട്ട്. വേഗം ഒന്ന് വന്നാ മതി എന്റെ മഹാദേവ. മോനിനി എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാ മതി കേട്ടോ. എന്റെ റൂം എവിടെ? എനിക്കൊന്ന് ഫ്രഷ് ആവണമായിരുന്നു. ആ, അതിനെന്താ, മുകളിലാ മോന്റെ മുറി. അവിടെ എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. മോൻ ചെന്നോളൂ. ഓക്കെ. ഹോ, ഇന്ദിരക്ക് ഇത്രയും നല്ലൊരു മോനുണ്ടായിരുന്നോ? ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ മായ ഇത്ര പെട്ടെന്ന് ഈ വിവാഹം കഴിപ്പിക്കില്ലായിരുന്നു. ഹാ, ഇനി പറഞ്ഞിട്ട് എന്താ ഏട്ടത്തി കാര്യം? ബാക്കിയൊക്കെ നമുക്ക് വരാനിടത്ത് വെച്ച് കാണാം. ആ, പിന്നെ മാലിനി, ആ അസത്തുണ്ടല്ലോ, അവള് ഋഷിമോന്റെ കണ്ണിപ്പെടാതെ സൂക്ഷിക്കണം. ആണുങ്ങളെ വശീകരിച്ചെടുക്കാനേ അവള് മിടുക്കിയ. ആ, അത് ശരിയാ ഏട്ടത്തി. ഇനി അവളെ അടുക്കളയുടെ പുറത്തിറങ്ങാൻ സമ്മതിക്കരുത്. എന്തായാലും ഋഷിമോൻ പോകുന്നത് വരെ അവള് മോന്റെ കണ്ണിപ്പെടരുത്. അത് ഞാൻ ഏറ്റു. ഇത്രയും പ്രായമായില്ലേ കുട്ടി, ഇനി ഈ കാലിന് വേദനയൊന്നും മാറില്ല. ഇതുള്ളത് കൊണ്ട് പുറത്തേക്ക് പോലും പോവാറില്ല. ഈ 4 ചുവരും പിന്നെ ഈ ജനാല വഴിയുള്ള കാഴ്ചകളും, അത് മാത്ര ഈ മുത്തശ്ശിയുടെ ലോകം. പിന്നെ എന്റെ ഗൗരി മോളും. ഗൗരി? ഓ, മാധവ മാമയുടെ മോള് അല്ലേ? അതെ അതെ, മാധവന്റെ കുട്ടി തന്നെയാ, എന്റെ കുഞ്ഞു രാജകുമാരി. അല്ല, എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ മുത്തശ്ശിയുടെ രാജകുമാരിയെ. അങ്ങനെ കാണാനൊന്നും കിട്ടിയില്ല എന്റെ കുട്ടിയെ. രാവിലെയെല്ലാം ഇവിടെയുള്ള തൊടിയിലും പുഴയിലും ഒക്കെയായി കളിച്ചു നടക്കും. ഇടയ്ക്കെന്തോ പഠിക്കാൻ പോവും. എന്താ അതിപ്പോ? എനിക്കറിയില്ല. അതൊന്നും എന്റെ നാവില് വഴങ്ങില്ല. ഗൗരിമോളുടെ കാര്യമൊക്കെ ഒരു കുറവും ഇല്ലാണ്ട് നോക്കണത് സുധാകരനും ജയനും കൂടിയാ. രാത്രി കിടക്കാൻ നേരം ഒന്നോടി വന്ന് എന്റെ കാൽ എണ്ണയിട്ട് തടവിട്ട് പോവും. ഒരു പാവം കുട്ടിയാ എന്റെ മോള്. പക്ഷേ ഒരു വായാടി തന്നെയാട്ടോ. ഞാൻ പോകും മുന്നേ ഈ തിരക്കൊക്കെ കഴിഞ്ഞ് എനിക്ക് കാണാൻ പറ്റുമോ ആളെ? കുറച്ചു മുന്നേ വന്നിരുന്നെങ്കിൽ കാണായിരുന്നു. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു.
ഹാ, സമയം ഇത്രേ ആയില്ലേ? ഉറക്കം വന്നിട്ടുണ്ടാവും. ഇന്ന് നേരത്തെ പോയി. സാരമില്ല, ഇവിടെ തന്നെ ഉണ്ടല്ലോ, സമയം പോലെ കാണാം. അച്ഛനമ്മമാരുടെ സ്നേഹം അനുഭവിക്കാൻ യോഗ ഇല്ലാണ്ടായിപ്പോയി എന്റെ കുട്ടിക്ക് അറിവാകും മുന്നേ അവരെ രണ്ടാളെ ഈശ്വരൻ വിളിച്ചില്ലേ? എന്റെ കുട്ടിയുടെ ഉള്ളിലെ നന്മ കണ്ടിട്ടാവും ഈശ്വരൻ ഒരു ജീവിതം നൽകാൻ പോണത്. ഉടനെ ഉണ്ടാവും എന്റെ ഗൗരിമോളുടെ വിവാഹം. നല്ല കുടുംബക്കാരാന്ന സുധാകരൻ പറയണ കേട്ടെ. ജാതകങ്ങള് തമ്മിൽ നല്ല പൊരുത്തമുണ്ടത്രേ. നല്ല സ്വഭാവമുള്ള ചെക്കനാന്ന മാലിനിയും ശോഭയും പറയണ കേട്ടെ. മോനും കൂടി ഉണ്ടാവണം, പോകും വരെ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ചെയ്യാൻ. അത് മുത്തശ്ശി, വിവാഹം വരെ ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പില്ല. കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും മുത്തശ്ശിയെ കാണാനും മാത്രമാ ഞാൻ ഇവിടേക്ക് വന്നത്. എന്താ കുട്ടിയെ, ഈ തറവാട് കീറിമുറിക്കാൻ എല്ലാവർക്കും ധൃതിയായോ? അതിന് ഞാൻ വന്നത് തറവാട് ഭാഗം വെക്കാനല്ല. ഈ തറവാട് ഗൗരിക്കുള്ളതാണെങ്കിൽ അത് ആ കുട്ടിക്ക് തന്നെ ഉള്ളതാ. അതിന് അവകാശം പറഞ്ഞ് ഞാനോ അച്ഛനോ അമ്മയോ ആരും വരില്ല. ഒന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാൻ കൂടി വന്നതാ ഞാൻ. ഇവിടെ ഒരു തരി മണ്ണ് പോലും എന്റെ അമ്മയ്ക്ക് വേണ്ട, എനിക്കും. എന്താ കുട്ടി ഇത് നിന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതാ. ഇവിടെ നിന്നെല്ലാവരും വേദനിപ്പിച്ചിറക്കി വിടുമ്പോ, നിന്റെ അച്ഛന്റെ ഒപ്പം ഇന്ദിര ഇറങ്ങിപ്പോകുമ്പോ മാറ്റി ധരിക്കാൻ ഒരു വസ്ത്രം പോലും ഇല്ലാണ്ട അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എല്ലാവരുടെ ഉള്ളിലും വാശിയും ദേഷ്യമായപ്പോ എനിക്ക് തള്ളിക്കളയാൻ പറ്റുമോ? എന്റെ മോളല്ലേ, എന്റെ മോൾക്കും അവകാശമുണ്ട് ഇവിടെ. പക്ഷെ എന്റെ അമ്മ അത് ആഗ്രഹിക്കുന്നില്ല മുത്തശ്ശി. മോനെ, അതിനെപ്പറ്റി ഇനി ഒരു സംസാരം ആവശ്യമില്ല മുത്തശ്ശി. ഇതിലൊരു മാറ്റം ഇനി ഉണ്ടാവില്ല. എങ്കിനി മുത്തശ്ശി കിടന്നോ, സമയം ഒരുപാടായില്ലേ. നാളെ എനിക്ക് ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങണം. ശരി കുട്ടി, ഇനി വൈകണ്ട, പോയി കിടന്നോളൂ. ഓക്കെ മുത്തശ്ശി, ഗുഡ് നൈറ്റ്. ആരാ ആരാ എന്താ ഇവിടെ ചെയ്യുന്നേ? അത് ഞാൻ ഈ സമയത്ത് എന്താ ഇവിടെ? അത് ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നതാ. ഈ സമയത്തോ? അതെ, ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നതാ. ഇതാരോടും പറയല്ലേ, ഞാൻ വേഗം പോയിക്കോളാം. താൻ ആരാ? ഇവിടെ ജോലി ചെയ്യുന്നതാണോ? അത് ഞാൻ കള്ളി, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ നീ ഭക്ഷണം കട്ട് കഴിക്കാൻ ഇവിടെ വരുമെന്ന്. കള്ളി, നാളെ ഒന്ന് നേരം വെളുക്കട്ടെ, കൊച്ചമ്മമാരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയ്യോ, വല്യമ്മയോട് പറഞ്ഞു കൊടുക്കല്ലേ. രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് വിശന്നിട്ടാ. ഞാൻ ഇത്തിരി ഭക്ഷണം മാത്രമേ കഴിച്ചുള്ളൂ. സഹിക്കാൻ പറ്റിയില്ല. ആരോടും പറയല്ലേ, എന്നെ വല്യമ്മ കൊല്ലും. വിശപ്പ് അത് നിനക്ക് ഈ കിട്ടണത് പോലും അധികമാ. നിങ്ങൾ എന്തിനാ ഈ കുട്ടിയെ ഇങ്ങനെ ചീത്ത പറയുന്നേ? കുറച്ച് ഫുഡല്ലേ കഴിച്ചിട്ടുള്ളൂ, അതിനിപ്പോ എന്താ? അയാൾക്ക് വിശന്നിട്ടല്ലേ? കുഞ്ഞിനറിയാഞ്ഞിട്ടായി കള്ളിയെക്കുറിച്ച്. ആരും കാണാത്ത പകലൊക്കെ ഇവിടെ ഉണ്ടാക്കണതല്ല എടുത്ത് കഴിക്കും. പിന്നെ എല്ലാവരും കിടന്നു കഴിയുമ്പോ ദേ ഇതുപോലെ വന്ന് കട്ട് കഴിക്കും. ആസത്ത്, എനിക്ക് വിശന്നിട്ടാ. നിന്റെ വിശപ്പ് നാളെ നേരം വെളുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ? നിങ്ങളെ പോലെ ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടിയല്ലേ ഇയാളും. ഇയാള് രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? അയ്യോ, കുഞ്ഞിനറിയാത്തത് കൊണ്ടാ. കണ്ണ് തെറ്റിക്കഴിഞ്ഞ എന്തെങ്കിലുമൊക്കെ കള്ളം ചെയ്യും. ഇതിപ്പോ എത്രാമത്തെ വട്ടായെന്ന് അറിയോ കുഞ്ഞിന്? അതിനിവിടെ വെറുതെ വേസ്റ്റ് ആയി പോകുന്ന ഫുഡല്ലേ, അത് കഴിച്ചെന്നുകൊണ്ട് എന്ത് നഷ്ടം ഉണ്ടാവാനാ? കഴിക്കണതൊന്നും അല്ല കുഞ്ഞെ പ്രശ്നം. ഇതുപോലെ മോഷ്ടിച്ച് കഴിക്കാൻ പാടുണ്ടോ? ചോദിച്ചാൽ എടുത്തു കൊടുക്കില്ലേ? ഞാൻ ചോദിച്ചതല്ലേ ഇത്തിരിയെങ്കിലും ഭക്ഷണം തരാൻ. അപ്പൊ അത് കന്നിന് കൊടുക്കാൻ കൊണ്ടുപോയില്ലേ? ഞാൻ അവിടെ നിന്നാ എടുത്തത്. ഈശ്വര,
കന്നിന് കൊടുക്കാൻ വെച്ച ഭക്ഷണമാണോ നീ എടുത്തത്? അവറ്റകളെ പോലും വെറുതെ വിടില്ല അസത്ത്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇന്ന് എന്ത് ആഹാരമാ വെറുതെ കളഞ്ഞത്? അതിലൊരു പങ്ക് മാത്രമല്ലേ ഈ കുട്ടി ആവശ്യപ്പെട്ടുള്ളൂ. അത് കുഞ്ഞെ, സ്റ്റോപ്പ് ഇറ്റ്. എന്തായാലും ആ കുട്ടി കഴിക്കാനെടുത്തതല്ലേ, അത് കഴിക്കട്ടെ. നിങ്ങളുടെ വായ്ത്താളം കഴിഞ്ഞെങ്കിൽ പോകുന്നതാ നല്ലത്. താൻ എന്താ കഴിക്കുന്നത്? അത് അത് കന്നിന് കൊടുക്കാൻ വെച്ച ഇത്തിരി ചോറും പറ്റ. അതെന്താ, ഇവിടെ വേറെ ഒന്നും കഴിക്കാനില്ലേ? ഇവിടെ ഇന്നൊരു സദ്യ തന്നെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇതാണോ താൻ കഴിക്കുന്നേ? അത് അതൊന്നും ഞാൻ കഴിക്കാൻ പാടില്ല. കഴിച്ചാൽ എന്താ? എന്നെ വല്യമ്മ തല്ലും. ഇതൊക്കെ ഉണ്ടാക്കാനേ എനിക്ക് കഴിയുള്ളൂ. കഴിക്കാൻ പാടില്ല. കഴിച്ചോളൂ. ഇനി ഇതിന്റെ പേരിൽ തന്നെ ഇനി ആരും ഒന്നും പറയില്ല. കഴിക്കൂ. അയ്യോ, ഇറങ്ങല്ലേ, അത് നല്ല അടിയൊഴുക്കുള്ള സ്ഥലവാ. പുറമേന്ന് കണ്ടാ പറയില്ല, പക്ഷെ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ളതാ. ഓ, എനിക്കറിയില്ലായിരുന്നു. അല്ല, താനിവിടെ പുതിയ ആളാണല്ലേ? അതെ. ആ, അതെനിക്ക് തോന്നി. ഇവിടെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു മുഖം. എവിടുന്നാ? ചിത്രമംഗലം. ഓ, ചിത്രമംഗലത്തെ ആണല്ലേ. അല്ല, അവിടുത്തെ ആരായിട്ട് വരും? ഞാൻ ഇന്ദിരയുടെ മകനാ. ഈശ്വര, ഭവാനി മുത്തശ്ശിയുടെ കൊച്ചുമോനാണോ ഈ ബാംഗ്ലൂരുള്ള? അതെ. എന്തേ പെട്ടെന്നൊരു വരവ്? ഗൗരിയുടെ വിവാഹം കൂടാൻ വന്നതാണോ? അല്ല, മുത്തശ്ശി കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് വന്നതാ. പിന്നെ ഇയാള് പറഞ്ഞ ഗൗരിയെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ആളുടെ വിവാഹമാണെന്ന് പോലും ഞാൻ അറിഞ്ഞത് ഇവിടെ എത്തിയപ്പോഴാ. അങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ കഴിയില്ലടോ അയാളെ. മുത്തശ്ശി പറഞ്ഞിരുന്നു നല്ല തിരക്കുള്ള ആളാന്ന്. ഞാൻ തിരികെ പോകുന്നതിന് മുമ്പെങ്കിലും ഒന്ന് നേരിൽ കാണാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. അതെ, ഇത്തിരി തിരക്കാ. അതെങ്ങനാ, അവിടെ എല്ലാവരുടെയും വീഴ്പ്പ് ചുമന്ന് ഒന്ന് നേരെ നിന്നിട്ട് വേണ്ടേ? എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ടോളാന്ന് ശപഥം ചെയ്തേക്കുമല്ലേ, പിന്നെ എങ്ങനെ കാണാൻ പറ്റും? എനിക്ക് മനസ്സിലായില്ല, എന്താ അങ്ങനെ പറഞ്ഞേ? തനിക്ക് കൂടുതലൊന്നും അറിയില്ല അല്ലേ? അല്ല, എങ്ങനെ അറിയാനാ? എല്ലാം മറച്ചു വെക്കാനും ആ പാവം മുത്തശ്ശിയെ കബളിപ്പിക്കാനും അവിടെ ഉള്ളവർക്കൊരു പ്രത്യേകം എടുക്കാം. എന്തിനെ പറ്റി താൻ പറയുന്നേ? എന്ത് മറച്ചു വെച്ചെന്നാ? എടോ, പുറമേ നിന്ന് നോക്കുമ്പോൾ അതൊരു വലിയ തറവാടാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിറയെ വിഷജന്തുക്കളാ. ആ 2 പാവങ്ങളെ മുതലെടുത്ത് ജീവിക്കുന്ന വിഷസർപ്പങ്ങള്. താൻ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെയുള്ളവരെയെല്ലാം ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഉള്ളത് പറയാലോ, തൻ്റെ അമ്മാവന്മാരില്ലേ, അവരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. താൻ കേട്ടിട്ടില്ലേ, അകന്നിരിക്കുന്ന ശത്രു പെട്ടെന്ന് അടുക്കുന്നത് അത്ര നല്ലതിനല്ല. എപ്പോഴാ വിഷജന്തുക്കളെ വിഷം ചീറ്റുന്നതെന്ന് പറയാൻ കഴിയില്ല. അതിനുദാഹരണമാ ഗൗരിയുടെ ജീവിതം. അവരെ വിശ്വസിച്ചിട്ടെന്തായി? ഒടുവിലെല്ലാം നഷ്ടമായില്ലേ? ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ച ശേഷം സന്തോഷം എന്താണെന്ന് ആ പാവം അറിഞ്ഞിട്ടില്ല. എല്ലാവരും അവരുടെ ആവശ്യത്തിന് തട്ടിക്കളിക്കും.
പകലന്തിയോളം ആ വലിയ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാൻ മാത്രമുള്ള ഒരു ജോലിക്കാരി. അല്ല, അതിനേക്കാൾ ഭീകരമാണെന്നും പറയാം. 17 വയസ്സ് വരെ തൻ്റെ അമ്മാവന്മാർ കഷ്ടിച്ച് പഠിപ്പിച്ചു. പിന്നെ അവളുടെ സ്കൂളും ക്ലാസ്സും എല്ലാം ആ അടുക്കളയാ. തനിക്കൊരു കാര്യം അറിയോ? ആ തറവാട് അവൾക്കുള്ളതാ. പക്ഷേ തൻ്റെ അമ്മാവന്മാർ അവർക്ക് കിട്ടിയ വിഹിതം തികയാഞ്ഞ് ദേ ഇതും കൂടി നേടിയെടുക്കാൻ വന്നേക്കുവാ. ആ പാവം മുത്തശ്ശി ഇതൊന്നും അറിയുന്നില്ല. നേരത്തിന് ഭക്ഷണം പോലും കിട്ടുന്നുണ്ടോന്ന് ആർക്കറിയാം. ഗൗരിയെ പറ്റി തന്നെയാണോ താൻ പറയുന്നത്? തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എങ്കിൽ സത്യമാടോ. എല്ലാവരും ഓരോന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി നിർത്തിയേക്കുവാ ആ പാവത്തിനെ. എന്തിനാ ഗൗരി ഇതൊക്കെ സഹിക്കുന്നത്? എല്ലാം മുത്തശ്ശിയോട് തുറന്നു പറഞ്ഞാൽ എന്താ? അത് പിന്നെ പറയാനുണ്ടോ? ഇതെല്ലാം വിധിയാണെന്നുള്ള പുരാണം മാത്രമേ ആ കുട്ടി പറയൂ. ഇപ്പോൾ ഏതോ ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്കറിയാം ആ കുട്ടി എന്നേക്കുമായിട്ട് ഇവിടുന്ന് ഇറക്കി വിടാനുള്ള കെണിയാണോ എന്ന്. നല്ല ജീവിതമാണെങ്കിൽ അങ്ങനെങ്കിലും രക്ഷപ്പെടട്ടെ ഈ നരകത്തിന്ന്. ശരിക്കും അയാൾ പറഞ്ഞത് സത്യമാണോ? പക്ഷേ മുത്തശ്ശി അങ്ങനെയൊന്നും അല്ലല്ലോ എന്നോട് പറഞ്ഞത്. ഇത്രയും നേരമായിട്ടും എനിക്ക് അയാളെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇനി അയാൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അതെത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് മുത്തശ്ശി അറിയിക്കണം. ആ കുട്ടി വന്നോ? എന്താ അവിടെ തന്നെ നിക്കണേ? ദാ ഇവിടെ ഒരാള് മോൻ വന്നിട്ട് ഇത്രയും നേരമായി കാണാത്തതിന്റെ പരിഭവം പറയായിരുന്നു. ഇതാട്ടോ എന്റെ ഗൗരിമോള്. മോനെ കണ്ടില്ലല്ലോ നിന്റെ അടുത്ത് വന്ന് പരിഭവം പറയായിരുന്നു. അതെങ്ങനെയാ മുത്തശ്ശി കാണാൻ പറ്റുക? മുത്തശ്ശി പറഞ്ഞതുപോലെ ആൾക്ക് നല്ല തിരക്കല്ലേ. ഇവിടെ എല്ലാവർക്കും വലിയ കാര്യമല്ലേ മുത്തശ്ശിയുടെ ഗൗരിയെ. മുത്തശ്ശി ഞാൻ പോവാ. എങ്ങടാ കുട്ടി ഇത്ര ധൃതിക്ക്? ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഇതിലും വൈകി പോണ പെണ്ണ. ഇത്രയും നേരം പരാതിയല്ലായിരുന്നോ മോനെ നേരിട്ട് കണ്ടില്ലാന്ന് പറഞ്ഞ്? ദാ ഇപ്പൊ കണ്ടപ്പോ പോവാണോ? അത് മുത്തശ്ശി. അത് മുത്തശ്ശി ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു അല്ലേ ഗൗരി? ഓ എന്നിട്ടാണോ കുട്ടി മോനെ കണ്ടില്ല എന്ന് പറഞ്ഞത്? അത് മുത്തശ്ശി ഞാൻ കരുതി ഏട്ടന്മാരുടെ കൂട്ടുകാരായിരിക്കുമെന്ന്. അതാ. ഓ അങ്ങനെയോ? അങ്ങനെയാണെങ്കിൽ മോളെ തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ കുട്ടി. ഇടയ്ക്ക് സിദ്ധുവിൻ്റെയും ആദിയുടെയും കൂട്ടുകാർ വരാറുള്ളതാ. കുറേ ദിവസം ഇവിടെ നിൽക്കാറുമുണ്ട്. ചിലപ്പോൾ അവരാരെങ്കിലും ആകുമെന്ന് കരുതി കാണും. പിന്നെ മോനെ ഇതിനു മുമ്പേ കണ്ടിട്ടേ ഇല്ലല്ലോ. എനിക്കും മുത്തശ്ശിയുടെ ഗൗരിയെ കണ്ടിട്ട് മനസ്സിലായില്ല. ഇപ്പോഴാ എല്ലാം വ്യക്തമായത്. മുത്തശ്ശി ഞാൻ പോവാ. ഈ കുട്ടിയുടെ ഒരു കാര്യം നാണാവും. മുത്തശ്ശിയെങ്കിൽ കിടന്നോളൂ, ഞാനും പോവാ. ശരി മോനെ. ഗൗരി, ചിത്രമംഗലം തറവാട്ടിലെ അവകാശി എന്നു മുതലാ ഇവിടത്തെ വേലക്കാരിയായത്. ഈ മുഖത്ത് കാണുന്നത് ആര് തന്ന സമ്മാനമാ? ഇവിടുത്തെ കൊച്ചമ്മമാരുടെ സ്നേഹമായിരിക്കും അല്ലേ? അതൊന്നുമില്ല. ഞാൻ പോവാ. നിക്ക്, എവിടേക്കാ താൻ ഒളിച്ചുവിടുന്നേ? സത്യം പറയുന്നതാ ഗൗരി നിനക്ക് നല്ലത്. അല്ലെങ്കിൽ മുത്തശ്ശിയെല്ലാം ഞാൻ അറിയിക്കും. എനിക്കതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെന്തിനാ മുത്തശ്ശിയോട്? മതി ഗൗരി, അഭിനയിച്ച് ബുദ്ധിമുട്ടണ്ട. ഞാനെല്ലാം അറിഞ്ഞു. ഇനി കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണ്ട. ഇവിടെ നടക്കുന്നതെല്ലാം എനിക്ക് നീ തന്നെ പറഞ്ഞു തരണം. അതൊന്നുമില്ല. ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. ഈ തറവാട്ടിലെ വെറും ഒരു സർവന്റ് പോലെ നിന്റെ നേരെ കൈ ഉയർത്തണമെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ എന്താ സ്ഥാനമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ അധികം ചിന്തിക്കേണ്ട കാര്യമില്ല ഗൗരി. ഈ കണ്ണുനീരല്ല ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇവിടെ മുത്തശ്ശി പോലും അറിയാതെ എന്താ നടക്കുന്നേ? എനിക്കൊന്നും അറിയില്ല.
ശരി, എങ്കിൽ ഞാൻ ബാക്കി മുത്തശ്ശിയോട് സംസാരിച്ചോളാം. ചിലപ്പോൾ എനിക്കുള്ള ആൻസർ അവിടെ നിന്ന് കിട്ടുമായിരിക്കും. വേണ്ട, ഒന്നും ചോദിക്കല്ലേ. മുത്തശ്ശിക്കൊന്നും അറിയില്ല. എങ്കിൽ പറ, പിന്നെ ആർക്കറിയാം? അതാരെങ്കിലും എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ അവര് മുത്തശ്ശിയെ കൊല്ലും. ആര്? വല്യച്ഛനും ചെറിയച്ഛനും. എന്താ? ഈ സ്വത്തുക്കളെല്ലാം അവര് മുത്തശ്ശിയെ കബളിപ്പിച്ച് സ്വന്തമാക്കിയതാ. കിട്ടിയതെല്ലാം നഷ്ടപ്പെടുത്തി വീണ്ടും ഇതെല്ലാം നേടിയെടുക്കാൻ അതിനു വേണ്ടിയാ വീണ്ടും അവരെ തിരികെ വന്നത്. നിങ്ങൾ വന്നത് ഇതെല്ലാം എഴുതി വാങ്ങാനാണെന്ന് വല്യമ്മ പറയണ കേട്ടു. എനിക്കൊന്നും വേണ്ട. ഈ തറവാട്ടിൽ ഒരു തരി മണ്ണ് പോലും വേണ്ട. പക്ഷേ അവരുടെ കയ്യിൽ ഇത് കിട്ടിയ അവരിത് ഇല്ലാണ്ടാക്കും. ഇത് നേടിയെടുക്കാൻ വേണ്ടി മാത്രം അവർക്ക് മുത്തശ്ശിയോടുള്ള സ്നേഹം പോലും. അസത്തെ, മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ടിവിടെ നിന്നോണം. ധിക്കാരം കാട്ടിയ ആ അകത്ത് കിടക്കുന്ന തള്ളെ കൊന്നു കളയും ഞാൻ. നിന്റെ പേരിൽ ഈ തറവാടുള്ളത് കൊണ്ടാ നിന്നെ ഞങ്ങൾ ബാക്കി വെച്ചിരിക്കുന്നേ. ഇതൊന്ന് നേടിയെടുക്കട്ടെ. അന്ന് നിന്റെ സ്ഥാനം ഈ പടിക്ക് പുറത്താ. ആ തള്ളയെ ജീവനോടെ വേണമെങ്കിൽ അടങ്ങി ഇവിടെ ജീവിച്ചോണം. ഇവിടെ നിന്ന് രക്ഷപ്പെടാനാ ഭാവമെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് അകത്ത് ചാവാറായി കിടക്കുന്ന ആ തള്ളയായിരിക്കും. കേട്ടോടി ആസത്തെ. ഒട്ടും വയ്യാത്ത മുത്തശ്ശിയെ കൊണ്ട് ഇവിടെ നിന്ന് പോവാൻ കഴിയാത്തത് കൊണ്ടാ. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും പോകുമായിരുന്നു. അത്രയ്ക്ക് നീചന്മാരാ അവര്. പഠിക്കാൻ ഒരുപാട് ആഗ്രഹമായിരുന്നു. പക്ഷെ വല്യമ്മ അതിന് സമ്മതിച്ചില്ല. പിന്നെ എൻ്റെ സ്കൂളും ക്ലാസ്സും ഒക്കെ ആ ഒരു പാചകപ്പുരയിൽ ഒതുക്കി. ആരോടും സംസാരിക്കാൻ പോലും പാടില്ല. ഈ തറവാട്ടിലെ മറ്റു ബാല്യക്കാർക്ക് കിട്ടണ പരിഗണന പോലും മുത്തശ്ശിയുടെ രാജകുമാരിക്ക് കിട്ടണില്ല. എനിക്ക് ഈ ലോകത്ത് ഇനി ആകെയുള്ളത് മുത്തശ്ശി മാത്ര. മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കിത് താങ്ങാൻ കഴിയില്ല. ഞാൻ കാല് പിടിക്കും. മുത്തശ്ശിയോട് ഒരിക്കലും പറയരുത്. ദയവ് ചെയ്ത് ഇതാരും അറിയരുത്. ഇന്ന് വന്ന് നാളെ പോകുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ അനന്തരഫലം മനസ്സിലാകില്ല. എല്ലാം എൻ്റെ വിധിയാണെന്ന് ഞാൻ ആശ്വസിച്ചോളാം. അല്ല, ഞങ്ങൾ പറഞ്ഞതിനെ പറ്റി മറുപടി ഒന്നും കിട്ടിയില്ല. അതിത്ര പെട്ടെന്ന് വിവാഹം നടത്താന്ന് പറഞ്ഞ ഇവിടെ വിവാഹത്തിൻ്റെതായ ഒരുക്കങ്ങളൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾക്കതൊന്നും വിഷയമല്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. ഇത്രയും വർഷം വിവാഹം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു കുടുംബത്തെ പറ്റി ആലോചിച്ച് തന്നെ ഇവിടുത്തെ കുട്ടിയെ കണ്ടിട്ടാ. നയാ പൈസ പോലും വാങ്ങിക്കാത്തതും അതുകൊണ്ടാ. ഇവിടുത്തെ കുട്ടിയെ മാത്രം മതി. എത്രയും നേരത്തെ നടത്താവോ അത്രയും നല്ലതെന്നാ അമ്മാവൻ പറയുന്നത്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അമ്മാവൻ തീരുമാനിച്ചോളൂ. ആയിക്കോട്ടെ, എങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ നടക്കട്ടെ. അമ്മാവാ. ആ മോനെ. അല്ല, ഇതാരാ സുധാകര? അത് ഞങ്ങളുടെ അനന്തരവനാ, ഇന്ദിരയുടെ മകൻ. ആ, മനസ്സിലായി. സഹോദരിയുടെ കാര്യം മുന്നേ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഇവരൊക്കെ ആരാ അമ്മാവാ? അത് മോനെ, ഇവരൊക്കെ ഗൗരിമോളെ വിവാഹം ചെയ്യാൻ പോണ ചെക്കന്റെ വീട്ടുകാരാ. വിവാഹം ഉടനെ നടത്താൻ തീരുമാനിച്ചു. നീട്ടിക്കൊണ്ടു പോകാൻ അവർക്ക് താല്പര്യമില്ലത്രേ. ഇതിനെപ്പറ്റി ഗൗരിയോട് ചോദിച്ചോ? ആ, അതിനിപ്പോ എന്ത് ചോദിക്കാനിരിക്കുന്നു? കാര്യങ്ങളെല്ലാം ഞങ്ങൾ കാരണവന്മാർ നേരത്തെ പറഞ്ഞുറപ്പിച്ചതല്ലേ. പിന്നെ ഒരു 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സ്വത്തും പണവും ഒക്കെയുള്ള തറവാടാ ഞങ്ങളുടേത്. ഇവിടുത്തെ കുട്ടിക്ക് ഇതിലും നല്ല ബന്ധം വേറെ കിട്ടാനില്ല. അപ്പൊ പിന്നെ ഈ ചോദ്യം പറച്ചിലിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? പക്ഷേ ജീവിക്കേണ്ടത് അയാളല്ലേ. അപ്പൊ ഗൗരിയോടല്ലേ ഇത് സംസാരിക്കേണ്ടത്. എൻ്റെ ഏട്ടത്തി, ഈ ചെക്കൻ ഇതെല്ലാം കുളവാക്കുമെന്നാ തോന്നുന്നേ. എങ്ങനെയെങ്കിലും ആ അസത്തിനെ ഇവിടുന്ന് കെട്ടിച്ചിട്ട് വേണം ബാക്കിയുള്ള പണം കൂടി അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ. ഇത് നടന്നില്ലെങ്കിലേ ആ തള്ളയുടെ അസത്തിന്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടായിരിക്കും. ഈ വിഷയങ്ങളിൽ സ്ത്രീകളുടെ അഭിപ്രായം ചോദിച്ചിട്ടുള്ള പാരമ്പര്യമൊന്നും ഞങ്ങളുടെ തറവാട്ടിനില്ല. അവരുടെ അഭിപ്രായം ആരും ഇന്നേ വരെ ചോദിച്ചിട്ടുമില്ല. അല്ലെങ്കിലും എന്നും കഷ്ടപ്പാടും ഭാരവും പുരുഷന്മാർക്കല്ലേ. സ്ത്രീകൾക്ക് എന്തറിയാം? ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കാനും വീട്ടുജോലി ചെയ്യാനും കുട്ടികളെ പ്രസവിക്കാനും ഒക്കെയല്ലേ അവർക്കറിയൂ. അതിപ്പോ അത്ര വലിയ കാര്യമൊന്നും അല്ല. പിന്നെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇരിക്കുന്ന അവർക്ക്
പുരുഷന്മാരുടെ കഷ്ടപ്പാടുകളെ പറ്റി എന്ത് ധാരണയുള്ളത്? ആ എങ്കിൽ നിങ്ങൾ വൈകാണ്ട് ചെന്നാട്ടെ. പോയിട്ട് തിരക്കിണ്ടെന്നല്ലേ പറഞ്ഞത്? ഹാ, എങ്കിൽ ഞങ്ങൾ ഇറങ്ങുവാ സുധാകര. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. ആ ശരി. അമ്മായി, എന്താ മോനെ? അമ്മായിക്കും അമ്മാവനും എത്ര മക്കളാ ഉള്ളത്? 2 പേരാ മോനെ. മൂത്തത് മോളാ, മായ. 18 വിവാഹം കഴിഞ്ഞു. പിന്നെ ഇളയാള് സിദ്ധാർത്ഥ്. അവന് ചെന്നൈയിലാ ജോലി. ഞങ്ങളുടെ മോൻ ആദിക്കും സിദ്ധാർത്ഥിന്റെ ഒപ്പം ചെന്നൈ തന്നെ ജോലി. അവരൊക്കെ ഉടനെ ഇങ്ങ് വരും. അല്ല, മോനെന്താ ഇപ്പൊ അവരെ പറ്റി ചോദിച്ചത്? ഏയ്, അത് വേറെയൊന്നുമല്ല. ഈ കുട്ടികളെ പ്രസവിക്കുന്നതും അവരെ നോക്കണതുമൊക്കെ അത്ര പ്രയാസമുള്ള കാര്യമല്ല, അല്ലേ അമ്മായി? ഹാ, അതെ അതെ. അതിന്റെ വിഷമം അറിയണമെങ്കിലേ ഒരു പെണ്ണായിട്ട് തന്നെ ജനിക്കണം. അപ്പോ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അല്ല, അയാളങ്ങനെ പറഞ്ഞപ്പോ അമ്മായിമാരും അമ്മാവന്മാരും ഒന്നും മിണ്ടാതെ നിന്നപ്പോ ഞാൻ കരുതി ഇതൊക്കെ അത്ര നിസ്സാരമാണെന്ന്. അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, എനിക്കിതിനെപ്പറ്റി അത്ര ധാരണയില്ലേ. ഞാനും ഈ ജീവിതമൊക്കെ ഒന്ന് പഠിച്ചു വരണതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ചോദിച്ചതാ. ആ, എങ്കിൽ നിങ്ങളുടെ കാര്യം നടക്കട്ടെ.